വെൽക്കം ടു യുലു. ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള പ്രഹസനമാണോ ഇത് എന്ന് നിങ്ങൾ കരുതണ്ട. ഞാനൊരു കല്യാണം ഉണ്ടായിരുന്നു, കല്യാണത്തിന് പോയി വന്ന് കഴിഞ്ഞ പാടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പം അതാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളല്ല, എന്നാലും 2-3 ടോപ്പിക്കിന്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം ചില വിഷയങ്ങൾ കാണുമ്പം സംസാരിക്കണം എന്നിങ്ങനെ തോന്നും. അങ്ങനെ ഇപ്പൊ 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. റീസെന്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ന്യൂസ് ആയിരിക്കും. കോഴിക്കോട് താമരശ്ശേരി ഭാഗം 25 വയസ്സുള്ള ഒരു ചെക്കൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നു എന്ന വാർത്ത. അപ്പൊ ഈ വാർത്തയിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ചികിത്സ എടുത്ത് ഇറങ്ങിയതിന് ശേഷമാണ് കുട്ടി വെട്ടിക്കൊന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഉമ്മ ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ 3 കൊല്ലമായിട്ട്. അപ്പൊ എൻ്റെ കുറെ അറിയുന്ന സോഷ്യൽ വർക്കർ സുഹൃത്തുക്കൾ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചു, അതെങ്ങനെയാണ് ഈ ഡി അഡിക്ഷൻ സെന്ററിൽ പോകുന്ന ട്രീറ്റ്മെന്റ് എടുത്ത് നന്നാവാനല്ലേ? അങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരു വ്യക്തി പിന്നെ എങ്ങനെയാ ചെന്ന് ഇങ്ങനത്തെ അക്രമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഈ ന്യൂസ് ഇങ്ങനെ കണ്ടു. അതിന് ശേഷം ഇപ്പൊ ഒരു ക്ലിപ്പിംഗ് ആണ്. ഈ ക്ലിപ്പിങ്ങും കൂടെ കണ്ടപ്പം എനിക്ക് തോന്നി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. അത് എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൂടെ വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഗൈസ് ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് വിഷയം എന്താണെന്ന് വെച്ചാൽ, ന്യൂസ് ഇപ്പോൾ വൈറലായതുകൊണ്ട് ഞാൻ ന്യൂസിനെ പറ്റി പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്നാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു 25 വയസ്സുകാരനായ പയ്യൻ, പേര് ആഷിഖ് എന്നാണ്, അവൻ്റെ ഉമ്മയുടെ പേര് സുബൈദ. ഇവര് 2 പേരും കൂടെ 2 കൊല്ലായിട്ട് ഈ ഉമ്മാന്റെ അനിയത്തി സക്കീനന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഇവരുടെ ഫാമിലി അല്ലെ ഇവരുടെ വീട് എവിടെ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഈ സുബൈദയുടെ ഹസ്ബൻഡും സുബൈദയും പിരിഞ്ഞിട്ടാണ് ഉള്ളത്, സെപ്പറേറ്റഡ് ആണ്. അങ്ങനെ ഇവർക്ക് ബ്രെയിൻ ട്യൂമർ വന്നു, അതിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇവരെ ടേക്ക് കെയർ ചെയ്യാൻ ആരെങ്കിലും വേണം, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സംഭവത്തിന്റെ എന്താന്ന് വെച്ചാൽ, ആഷിക്ക് ലഹരി ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു, ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അങ്ങനെ കുറെ ചികിത്സാലയങ്ങളിൽ പോയിട്ട് ആഷിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 7 കൊല്ലം മുമ്പ് പോളിടെക്നിക് കോഴ്സിന് JDT പഠിക്കുന്ന സമയത്താണ് ആഷിക്ക് ആദ്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ ഉപയോഗം കൂടി വന്നു, അഡിക്റ്റായി, ചികിത്സാലയത്തിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തു. അപ്പം വിശദീകരിച്ച് പറയാനൊന്നുമില്ല, ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ട്രീറ്റ്മെന്റ് എടുത്തു, തിരിച്ചു വന്നു, ഉമ്മയായിട്ട് തർക്കമായി, ഉമ്മാനെ കൊന്നു. ഇതാണ് വിഷയം. ആദ്യം എനിക്ക് ഇതിൽ കൂടെ ഒരു 3-4 കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് തിങ്, ഈ ലഹരിക്കുള്ള അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഈ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി മാറില്ല. അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം എല്ലാവരുടെയും ഒരു വിചാരമാണ്, ഡി അഡിക്ഷൻ സെന്ററിൽ പോയി 21 ദിവസം 30 ദിവസം ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ കുടി മാറി, അവന്റെ ലഹരി മാറി എന്നുള്ളത്. അപ്പം മദ്യാസക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി വസ്തുവിനുള്ള അഡിക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. അപ്പോൾ ഒരു ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഇത് നിർത്തേണ്ടി വരുന്ന സമയത്ത് അയാൾ അനുഭവിക്കുന്ന കുറച്ച് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഈ ശാരീരിക മാനസിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ വ്യക്തി വീണ്ടും പോയി അടിക്കുന്നത്. അപ്പം ആ ശാരീരിക മാനസിക ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി അവർക്ക് കുറച്ച് മരുന്നൊക്കെ കൊടുത്ത്, കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത്, മെന്റലി ഓക്കെ ആക്കി, അല്ലെങ്കിൽ ഇനി കുടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇനി വലിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഡി അഡിക്ഷൻ സെന്റർ പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് അവനവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവൻ ആ അഡിക്ഷനിൽ നിന്ന് മാറാൻ പറ്റൂ. അല്ലാണ്ട് 21 ദിവസം ചികിത്സാലയത്തിൽ വന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടിരുന്ന് പുറത്തിറങ്ങി ബാറിൽ പോയി 2 പെഗ് അടിച്ചിട്ട് പിന്നെ ഡി അഡിക്ഷൻ സെന്ററിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് അഡിക്ഷനും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ആ വ്യക്തിക്ക് സ്വന്തമായ ഒരു ആഗ്രഹം വേണം. ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിനെ കൊണ്ടിട്ടും രോഗം നിർത്താൻ പറ്റില്ല. ഇപ്പൊ ഡി അഡിക്ഷൻ സെന്ററിൽ പോയ ഒരാളുടെ രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവനും കൂടെ ആഗ്രഹം ഉണ്ടെങ്കിൽ മാറാൻ പറ്റും. പിന്നെ ഡി അഡിക്ഷൻ സെന്റേഴ്സ് തന്നെ പല തരത്തിലുള്ള ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ സീരിയസ് ആയി പറഞ്ഞാൽ ഇഞ്ചക്ഷൻ വെക്കുന്ന ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്, ഷോക്ക് വെക്കുന്ന ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്, സെല്ലിൻ്റെ ഉള്ളിൽ പൂട്ടിടുന്ന ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്, അടി ഇടി ചവിട്ട് കുത്ത് കിട്ടുന്ന ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. ഇതൊന്നും അല്ലാണ്ട് വളരെ മാന്യമായ രീതിയിൽ ക്ലാസ്സും കൗൺസിലിങ്ങും മെഡിസിൻസും തെറാപ്പിയും എന്റർടൈൻമെന്റ് ഓപ്ഷനും പാട്ടും ഡാൻസും ഒക്കെ ആയി പോകുന്ന ഡി അഡിക്ഷൻ സെന്ററും ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാണ്ട് ഈ നല്ല ഹാപ്പി ആയിട്ടുള്ള, ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിലാണ് അവൻ എത്തുന്നതെങ്കിൽ അവൻ അവിടെ സന്തോഷമായിരിക്കും. കാരണം എൻ്റെ സ്ഥാപനത്തിൽ വരുന്ന എല്ലാ പേഷ്യൻറ്റും സ്വന്തം ഇഷ്ടപ്രകാരം കുടി നിർത്തണം എന്നുള്ള ആഗ്രഹത്തിൽ വരുന്നവരല്ല.
പക്ഷെ അവർ അവിടെ വന്ന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവരോട് പോസിറ്റീവായി നിൽക്കുമ്പോൾ അവർ ഹാപ്പി ആവുക. അന്നേരം ആഗ്രഹമില്ലാത്ത ഒരാൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിലാണ് കൊണ്ടുപോയിടുന്നതെങ്കിൽ അവരുടെ പെരുമാറ്റവും ആറ്റിറ്റ്യൂഡും ഒക്കെ മാറും. അവർക്ക് ദേഷ്യവും വാശിയും ഒക്കെ കുടുംബക്കാരുടെ അടുത്ത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ആഷിഖ് എന്ന് പറയുന്ന ആള് പോയ ഡി അഡിക്ഷൻ സെന്റർ ഏതാണ്, അവിടെ നിന്ന് അവൻ അനുഭവിച്ച കാര്യങ്ങൾ എന്താണ്, അല്ലെ അവന് യഥാർത്ഥത്തിൽ അവന്റെ അസുഖത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് കിട്ടിയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇനി അവന്റെ ഇഷ്ടപ്രകാരമല്ല അവനെ കൊണ്ടുപോയിട്ടത്, അവന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യവും വാശിയും ഒക്കെ അവന്റെ മനസ്സിലുണ്ടാവും. അതിന്റെ റിഫ്ലക്ഷൻ ആവാം. ഈ ലഹരി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നമാവുക എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റിൽ വരുന്ന പേഷ്യൻസിനോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, കുടി അല്ലെ വലി എന്ന ഒരൊറ്റ കാര്യത്തിന്റെ പേരിലല്ല നിങ്ങൾ ഈ റീഹാബിൽ എത്തിയത്. കാരണം കുടി വലി എന്ന ഒരൊറ്റ കാര്യത്തിന് പുറത്താണ് ഇവർ റീഹാബിൽ എത്തിയതെങ്കിൽ എന്നാണോ അവരുടെ മദ്യപാനം തുടങ്ങിയത് അന്നിമിഷം തന്നെ അവരോട് എത്തണം. അല്ലെങ്കിൽ ലഹരി ഉപയോഗം തുടങ്ങി അന്നിമിഷം തന്നെ അവർ ചികിത്സാലയത്തിൽ എത്തണം. എന്ന് അവനവന്റെ ലഹരി ഉപയോഗം അവന്റെ സ്വഭാവത്തെയും ജീവിത രീതിയെയും മാറ്റുന്നോ അന്നേ അവനൊരു ചികിത്സാലയത്തിൽ എത്തും. അപ്പോൾ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോകുമ്പം ലഹരി സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ അവന്റെ സ്വഭാവത്തിലും അവന്റെ ലൈഫ് സ്റ്റൈലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും കൂടെ മാറ്റി നല്ല രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവനെ ട്രീറ്റ്മെന്റ് സെന്ററിൽ ഇറങ്ങിയുകൊണ്ട് കാര്യമുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ കുട്ടി അല്ലെങ്കിൽ ഇപ്പൊ ഈ ആഷിഖ് എന്ന് പറയുന്ന ആളും അമ്മയായിട്ട് ഇതിനു മുമ്പും കുറെ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പൈസേന്റെ പേരിലാണ് എന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, വീട്ടുകാരെങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം എന്നൊക്കെയുള്ള മനോഭാവം. അപ്പൊ അവന്റെ സ്വഭാവത്തിലും കുറെ മാറ്റങ്ങൾ കൊണ്ടുവരണമായിരുന്നു, എന്നാൽ മാത്രമേ അവനൊരു മാറ്റം ഉണ്ടാവും. നമ്മുടെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കംപ്ലീറ്റ് ആയി ബാധിക്കുന്ന ഒരു രോഗം. അവന്റെ ജീവിതത്തെ ബാധിക്കും, അവന്റെ ബന്ധങ്ങളെ ബാധിക്കും, അവന്റെ പഠിപ്പ്, അവന്റെ ജോലി, സമൂഹത്തില് അല്ലെങ്കിൽ അവന് സാമ്പത്തികമായിട്ട്, അങ്ങനെ എല്ലാ മേഖലകളിലും തകരാറ് വരുന്ന ഒരു സാധനമാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ചെറിയ കാര്യമല്ല. കുട്ടികളൊക്കെ വെറും കോളേജിലോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ഭാഗമായി തുടങ്ങുന്ന ഒരു സാധനമാണ്. പേർക്ക് ഇത് എന്റർടൈൻമെന്റ്, കുറെ പേർക്ക് ഇതൊരു വൈബ്, അല്ലെ കുറെ പേർക്ക് ഈ രണ്ടെണ്ണം അടിച്ചാലേ ഞാനൊരു ഹീറോ ആവൂ എന്നൊക്കെ മെന്റാലിറ്റിയിൽ തുടങ്ങുന്ന ഒരു സാധനമാണ്. പക്ഷെ അവര് പോലും അറിയാണ്ട് അവരുടെ ജീവിതത്തിനെ മുഴുവൻ കാർന്ന് തിന്നുന്ന അവസ്ഥയിലോട്ട് ഇതെത്തുന്നുണ്ട്. വീട്ടുകാരാണെങ്കിലും നിങ്ങളുടെ മക്കൾ ഇങ്ങനത്തെ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ പുറമെയുള്ള ആൾക്കാർ എന്ത് കരുതും, കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങില്ലേ, അല്ലെങ്കിൽ അവന് ക്ലാസ്സിന് ലീവ് വരില്ലേ, അറ്റൻഡൻസിന് പ്രശ്നം വരില്ലേ എന്നൊന്നും കൺസിഡർ ചെയ്യരുത്. ചികിത്സ എടുക്കേണ്ട ഒരു രോഗം തന്നെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഉടനെ തന്നെ ഏറ്റവും നല്ല ചികിത്സാലയം കണ്ടുപിടിച്ചിട്ട് അവിടെ ഈ കുട്ടീനെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഇങ്ങനത്തെ കേസുകളുടെ എണ്ണം കൂടി വരും. വലിയ പ്രായത്തിലുള്ള ആൾക്കാരെ പോലെയല്ല കുട്ടികൾ. അവർക്ക് വാശിയാവും, ദേഷ്യമാവും, ആത്മഹത്യ ചെയ്യാൻ തോന്നും, വീട്ടുകാരെ ഉപദ്രവിക്കാൻ തോന്നും, സാധനങ്ങൾ മോഷ്ടിക്കാൻ തോന്നും. ഇങ്ങനത്തെ പല ആറ്റിറ്റ്യൂഡ് കാണാൻ പറ്റും. നമ്മൾ കുട്ടികളെ ജനിപ്പിക്കുന്നതിലുപരി അവരെങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു എന്നതിലാണ് കാര്യം. നമ്മുടെ കുട്ടികളുടെ ഓരോ മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ അവരുടെ ജീവിതത്തിൽ ചെയ്താൽ മാത്രമേ നമ്മൾ നല്ലൊരു പാരന്റായി മാറാൻ പറ്റൂ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഡി അഡിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് താഴെ കമന്റ് അടിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ റീഹാബിനെ പറ്റി പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ 3.5 കൊല്ലമായി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതിനെക്കുറിച്ച് അറിയാം, ഒരുപാട് കേസസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ന്യൂസ് കേട്ട സമയത്ത് അത്ഭുതമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ മുമ്പിൽ വരുന്ന ക്ലയൻസിൽ പലർക്കും കൊന്നില്ലെങ്കിലും പല ഹിസ്റ്ററീസ് ഉണ്ട്. തല്ലും ഇടിയും ചവിട്ടും കുത്തും, വീട്ടിൽ കച്ചറിയും വീട്ടിലെ സാധനങ്ങളൊക്കെ. അധികമായാൽ അമൃതും വിഷാണ്. അത് മാത്രം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ.